ഹായ്, നമ്മൾ ഇന്നൊന്ന് പുറത്തേക്ക് പോകുന്നതാണ്. അത് ഇങ്ങനെ പോകണമെന്ന് വിചാരിച്ചില്ല. നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു വൈകുന്നേരം ഒരു 6 മണിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ മറ്റേ ഹസ്ബൻഡ് പറഞ്ഞാണ് നമുക്ക് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന്. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടെ മാറ്റി. മൂത്ത മോൻ്റെ വൈഫ് ഉണ്ടായിന്, രണ്ടാമത്തെ മോനും, പിന്നെ തന്മയൻ്റെ കുഞ്ഞനിയൻ എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെല്ലാം കൂടെ പോയത്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല. അപ്പം പറഞ്ഞ് ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ വെജായതുകൊണ്ട് സുപ്രഭാതത്തിൽ കയറി. അപ്പോൾ അവിടെ അങ്ങോട്ടേക്ക് കയറുന്നതാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട്. അപ്പം പിന്നെ അപ്പോൾ ഇതാ ഹെമിനായിട്ട് നമ്മൾ ഇങ്ങനെ പോകുന്നത്. കുഞ്ഞുവാവയുണ്ട്. നമ്മൾ നടക്കുന്നതാണ് ഹോട്ടലിലേക്ക്. അപ്പം കുറച്ച് സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കുണ്ടായിട്ടുണ്ട് അവിടെ. അപ്പോൾ കുറേ സമയം കുട്ടികളെല്ലാമായിട്ട് ഞങ്ങളിവിടെ ഇങ്ങനെ നിന്ന്. അപ്പോൾ മോനെ ഹെമിനതാ അവിടെ ഹോട്ടൽ ബോയ് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മളത് നോക്കിക്കാണ്. അപ്പോൾ പിന്നെ തിരിച്ചിങ്ങോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന്. അപ്പോൾ നമ്മൾ കുട്ടികളെല്ലാമായിട്ട് ഇങ്ങനെ കളിപ്പിച്ച് കുറച്ച് സമയം വരെ ഇങ്ങനെ ഇരുന്നിന്. എല്ലാവരും രണ്ടാളും ദിയമോളും ഹെമീനും എല്ലാം നല്ലോണം കളിക്കുകയാണ്. അങ്ങനെ ഇപ്പം ഭക്ഷണം കഴിക്കാനപ്പോൾ അവർ വിളിച്ച ടൈമായപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ഇരിക്കുന്നതാണ്. ഇപ്പോൾ ഭക്ഷണമെല്ലാം ഓർഡർ ചെയ്ത് നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് ഒരു പ്ലേറ്റ് പാനിപ്പൂരിയാണ്. നമുക്ക് വേണ്ടത് പറഞ്ഞു അത് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ 6 എണ്ണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ടേസ്റ്റ് നോക്കുന്നതാണ്. നമ്മളെല്ലാം എടുത്ത് ഇങ്ങനെ കഴിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ എല്ലാവരും ഓരോരുത്തങ്ങളായിട്ട് ഇങ്ങനെ കഴിക്കുന്നതാണ്. അപ്പോൾ ഇവരെല്ലാവരും അതേമാതിരി കഴിക്കുന്നുണ്ട്. മോൻ്റെ വൈഫാണ്. നമുക്കെല്ലാം ഇത് ഇങ്ങനെ കഴിക്കാത്തൊരു സാധനം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഏതോ ഒരു പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുണ്ട്. എമിലിനും കൊടുത്ത് ടേസ്റ്റ് നോക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും അതിങ്ങനെ കഴിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ മറ്റുള്ള ഇതെല്ലാം വന്നു. പൂരിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ പൂരി എത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചന മസാല, വലിയ കടലിൻ്റെ. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് ഈ ചന മസാലയും കൂടി കൂട്ടി കഴിക്കുമ്പോൾ. പിന്നെ സാലഡും ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും കൂടെ ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ മോന് എത്തിയിട്ടില്ല. അവനെന്തോ ഫ്രൈഡ് റൈസ് എന്തോ പറഞ്ഞത്. അപ്പോൾ അതെല്ലാം കഴിച്ച് നമ്മളിതാ ഇങ്ങനെ പുറത്തിറങ്ങി. പിന്നെ ഈ ബേക്കറി ഐറ്റംസ് എല്ലാം ഉണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു സോന പപ്പടി വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അതുമായിട്ട് തന്നെ നമ്മൾ പുറത്തിറങ്ങുന്നതാണ്. അപ്പം വിചാരിച്ച് ഇനി നമ്മൾ ബീച്ച് ഫെസ്റ്റിവൽ ഉണ്ടല്ലോ അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചപ്പോൾ പോകുന്ന വഴിക്ക് മോള് ഡാൻസ് എല്ലാം ചെയ്ത് അങ്ങനെ നമ്മൾ അവിടെ കയറി. അപ്പോൾ അത് കാണാൻ മാത്രമുണ്ട്, പലതും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ കുട്ടികളെല്ലാമായിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നതാണ്. അപ്പം കുട്ടികൾക്കും മോനും ഹെമിൽ നടക്കുന്നുണ്ട്. അവന് ഉള്ളൊരു കൗതുകം കൂടെ ഇങ്ങനെ കണ്ടപ്പം അങ്ങനെ നമ്മളിതെല്ലാം നോക്കിയിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്നു പോകുന്നതാണ്. അപ്പോൾ നല്ല ഫിഷെല്ലാം അക്വേറിയത്തിലുണ്ട്. ഇത് നമ്മുടെ ഒരു അക്വേറിയത്തിൽ കുറച്ച് ഫിഷൊക്കെ ഉണ്ട്. നമ്മുടെ കാല് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആക്കി തരും. അപ്പോൾ കുറച്ച് പേരെല്ലാം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിതിങ്ങനെ ഇറങ്ങുന്നതാണ്. പിന്നെ കുറച്ച് നല്ല നല്ല മിഠായികളെല്ലാം, പഴയകാല മിഠായികളെല്ലാമാണിത്. അപ്പോൾ അതെല്ലാം നോക്കി ഞങ്ങളിങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കാണാൻ മാത്രമുണ്ട്. പലതരം കോയിനും അതുതന്നെ ഞാൻ ഇതേ വീഡിയോയിൽ പ്രാവശ്യം ഇട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. അതെല്ലാം കാണാൻ നമുക്കൊരു കൗതുകം. ആദ്യം നമ്മൾ കഴിച്ച സംഭവമാണല്ലോ. നമ്മളിതെല്ലാം നോക്കി കുറേ സമയം നിന്ന് അങ്ങനെ കുറച്ചൊക്കെ നമ്മൾ കുറച്ച് വാങ്ങിച്ച്, അധികമൊന്നും വാങ്ങിച്ചില്ല, കുറച്ച് വാങ്ങിച്ച്. പുളിയച്ചാറൊക്കെയാണ്. ഇതെല്ലാം നോക്കി ഇങ്ങനെ എടുത്ത് നോക്കിയാണ്. അങ്ങനെ നമ്മളിതൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് കുറച്ച് സമയം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് കാണാനുണ്ടല്ലോ. പിന്നെ കുറച്ച് തന്മയും കുറച്ച് വാങ്ങിച്ച് അങ്ങനെ പിന്നെ നമ്മൾ ഇപ്പോഴത്തേക്ക് അവർ കുറച്ച് മുന്നോട്ട് നടന്ന് ഒരു ബാക്കിയുള്ളതെല്ലാം അവർ കാണാൻ വേണ്ടി നിന്ന്. നമ്മൾ കുറച്ച് സമയം ഈ മിഠായിൻ്റെ അടുത്ത് തന്നെ നിന്ന് ഇങ്ങനെ അതും ഇതെല്ലാം നോക്കി ഇങ്ങനെ നിന്നതാണ്.
അങ്ങനെ എന്താ നാരങ്ങ മിഠായി അത് ഇത് എല്ലാം ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. ഇതെടുത്താൽ 20 രൂപയാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളിവിടുന്ന് പൈസ എല്ലാം കൊടുത്ത് തിരിച്ച് പോകുന്നതാണ്. അങ്ങനെ പിന്നെ ബാക്കിയുള്ള നല്ല സംഭവം കാണാൻ വേണ്ടിയിട്ട് എല്ലാം നല്ല രസമുണ്ട്. നമ്മളിങ്ങനെ വിചാരിച്ചില്ല, പെട്ടെന്ന് ഇവിടെ എല്ലാം വന്നിട്ട് ഇങ്ങനെ വരണം എന്ന് വിചാരിച്ചില്ല, പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ തോന്നിയതാണ്. അങ്ങനെയാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡും കഴിച്ച് നമ്മളിങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഇങ്ങനെ നടന്ന്. ഇതവിടെ പല സംഭവങ്ങളുണ്ട്, കഴിക്കാനും എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ പോകുന്നതാണ്, കുറേ നടന്ന്. നമ്മൾ കുറച്ച് ഫോട്ടോ വീഡിയോ എല്ലാം ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് കുറേ പിന്നെ നമ്മൾ ഈ തോണീൻ്റെ അകത്ത് ഞാൻ കയറിയില്ല, ഇവരെല്ലാവരും കയറിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും പേടിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് കയറിയിട്ട്. എല്ലാവരും നല്ലോണം പേടിച്ചിട്ടുണ്ട് ഇതിനകത്ത് കയറിയപ്പോൾ. എനിക്ക് പിന്നെ ഭയങ്കര പേടിയാണ്. പിന്നെ കുഞ്ഞ് ഭാവി ഹെമിനും എല്ലാം ഉണ്ട്, അവരും ചെറിയ കുട്ടികളാണല്ലോ. എല്ലാവരും കൂടെ കയറി. അങ്ങനെ പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞെങ്കിൽ ഞങ്ങൾ നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ കയറാത്തതുകൊണ്ട് ഞാൻ അടുത്തന്നെ നിന്ന്. അപ്പോൾ ഇവർ പെട്ടെന്ന് ഇങ്ങനെ നിർത്താൻ പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഇത് സ്ലോപ്പാക്കി കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ മെല്ലെ മെല്ലെ നിർത്തി കൊണ്ടുവന്നു. പിന്നെ എല്ലാവരും ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി. ഇതാ രണ്ടാളും രണ്ടാളും നല്ലോണം പേടിച്ചിട്ടുണ്ട്. അവരെ കയറ്റണ്ടെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ ഒന്ന് കയറ്റി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ കൊണ്ടുപോയതാണ്. എനിക്ക് തീരെ ഇഷ്ടമുണ്ടായില്ല രണ്ടാളെയും ഇങ്ങനെ അതിൻ്റെ അകത്ത് കയറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ അപ്പോൾ എല്ലാവരും ഇരിക്കുന്നുണ്ട്. 100 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിന് റേറ്റ്. അപ്പം പിന്നെ എന്തായാലും ഞാൻ പേടിച്ച് കയറാത്തതുകൊണ്ട് എനിക്ക് സമാധാനം. ഞാൻ പുറത്ത് ചിരിച്ചിരിക്കുകയാണ് ഇവർ കരയുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല പേടി, അന്നത്തെ പേടി എനിക്കിപ്പോഴും വിട്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്നെ വിളിക്കും കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ പറയും ഞാനത് കാണാമെന്നല്ലാണ്ട് ഞാൻ കയറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഉയരത്തിന് മേലെ അത് രണ്ടറ്റും ഇങ്ങനെ പോയി ഇങ്ങോട്ട് പൊന്തി താഴുമ്പോൾ നമ്മളെ ശ്വാസം പോകുന്ന മാതിരി തോന്നും. അപ്പോൾ ഞാൻ പിന്നെ തീരെ കയറാൻ നിന്നില്ല. അപ്പോൾ ഇവർ ചെറിയ കുട്ടികളായിട്ട് പോയിട്ട് എനിക്ക് അതും ഒരു സ്വസ്ഥക്കേട് മാതിരി ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ ചെറിയ കുഞ്ഞുങ്ങളല്ലേ. അങ്ങനെ പിന്നെ ആടി കഴിഞ്ഞ് പിന്നെ ഇവർക്ക് പേടി പിടിച്ചപ്പം പിന്നെ അവർ അവിടുന്ന് വിളിച്ച് പറയുന്നുണ്ട് നിർത്താൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞ് നല്ല സ്ലോ ചെയ്തിട്ട് കൊണ്ടുവരാൻ പറഞ്ഞ്. അപ്പോൾ അവർ മെല്ലെ നിർത്തിയും കൊണ്ട് വന്നു. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും അപ്പോൾ അവരിങ്ങനെ ആടിയും കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ ഏകദേശം സബ്സ്ക്രൈബ് 2000 എല്ലാം കഴിഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. നമ്മൾ വിചാരിച്ചില്ല അങ്ങനെ അതൊന്നും ചെയ്യണമെന്ന്. ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടികൾ ഇവരെല്ലാം കൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ എനിക്ക് വീണ്ടും ചെയ്യാമെന്നുള്ള തോന്നിയിട്ട് ചെയ്തതാണ്. പിന്നെ അതൊരു ഇഷ്ടമായി. നമ്മളൊരു ടൈം പാസ് മാതിരി അതിങ്ങനെ പോകുന്നുണ്ട് മെല്ലെ. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം. അപ്പോൾ അതേമാതിരി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇപ്പം നമ്മുടെ ഇവിടെ ഉത്സവങ്ങളൊക്കെ ആയി. ഉത്സവത്തിൻ്റെ എല്ലാ ഇതുമെല്ലാം ഇപ്പം ക്ഷേത്രത്തിലും പുറത്തും എല്ലാം ലൈറ്റിൻ്റെ പരിപാടിയെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമെല്ലാം വീഡിയോയിൽ ഞാൻ കാണിക്കും. ഇന്നലെ ഞാനൊരു വീഡിയോ നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ ഉത്സവത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതങ്ങനെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ അത് ഞാൻ ഷോർട്സിലാണ് ഇട്ടത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു വെക്കണം. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇപ്പോൾ ഓരോന്നുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് കളിക്കുന്നതെല്ലാം എല്ലാത്തിലും കയറിയിട്ടൊന്നുമില്ല. അതല്ല നമ്മളിങ്ങനെ കണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പോയി. അപ്പോൾ പിന്നെ കുറേ ഫാമിലിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് കുട്ടികളെല്ലാം ആയിട്ട്. കുട്ടികൾക്ക് ഒരു കൗതുകമാണല്ലോ ഇതെല്ലാം കാണുമ്പോൾ. അപ്പോൾ പിന്നെ പല ഇതും ക്യൂടെക്സും കാര്യങ്ങളും അതും ഇതും പല സംഭവം ഉണ്ട്. എല്ലാം വാങ്ങിക്കാനും പിടിക്കാനും എല്ലാം. അങ്ങനെ എല്ലാത്തിൻ്റെ റേറ്റെല്ലാം നോക്കി നമ്മളിങ്ങനെ ഇപ്പോൾ ഈ ക്വാളിറ്റി ഉണ്ടാവുമെന്നൊന്നും അറിയില്ലല്ലോ ക്യൂടെക്സും കാര്യങ്ങളൊക്കെ.
നമ്മളൊന്നും ഇട്ടൊന്നും നോക്കിയിട്ടില്ല, പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കി ഇങ്ങനെ എല്ലാം വെക്കുന്നതാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ എന്താ പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. അപ്പോൾ മോന് ഹെമിനൊരു കണ്ണട വാങ്ങിച്ചിട്ടുണ്ട്, അത് വാവക്ക് ഇട്ട് കൊടുത്താണ്. കുറച്ച് സമയം വരെ ഞങ്ങളിവിടെ ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ കുട്ടികളത് ഇതെല്ലാം ഇങ്ങനെ കഴിച്ചിങ്ങനെ ഇരുന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സപ്പോർട്ട് എല്ലാം ചെയ്യാം. അടുത്ത വീഡിയോയുമായി കാണാം.